ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ കോടതിയിലേക്ക് വരുന്ന സമയത്ത് പുളിക്കൻ ഓടി ചെന്നിട്ട് ശ്രീനിവാസനോട് പറയുന്നുണ്ട്, വേദ വക്കീൽ വരുന്നുണ്ടെന്ന് പറയുകയാണേ. അങ്ങനെ ശ്രീനിവാസൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം എന്തായാലും വേദനോട് വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രീനിവാസൻ ചെന്നിരിക്കുന്നത്. പിന്നെ കോടതി മുറിയാണ് കാണിക്കുന്നത്. എല്ലാവരും ഉണ്ട്. വിക്രമും ജോസഫും രാജേട്ടനും അനിയൻകുട്ടനും അതുപോലെ തേറാട്ട് ശ്രീധരൻ വന്നിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസൻ, അങ്ങനെ എല്ലാവരും ഈ കേസുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവരും തന്നെ കോടതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വാദം തുടങ്ങുകയാണ്. ഈ സമയത്ത് എൻ്റെ ശ്രീനിവാസൻ്റെ വക്കീൽ പലതരത്തിലും വാദിക്കുന്നുണ്ട്, അതുപോലെ വേദയും വാദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രമോല് കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇതുവരെ കോടതിയിൽ പരാജയപ്പെട്ട കേസുകളൊക്കെ തന്നെ ആവശ്യമില്ലാത്തതായിരുന്നു, ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കേസ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ വിസ്തരിക്കേണ്ട കാര്യമുണ്ട്. അതായത് ശ്രീനിവാസൻ, അതുപോലെ ശ്രീനിവാസിൻ്റെ വലങ്കൈ ആയിട്ടുള്ള പുളിക്കൻ, അതുപോലെ പിന്നെ വിക്രം സുധാകരൻ എന്നൊക്കെ വേദ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ വിസ്തരിക്കണം. അതിനുശേഷം മാത്രമേ ഈ കേസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രാണെന്നുണ്ടെങ്കിൽ വേദന നോക്കുന്നുണ്ട്, വേദയും ഇടയ്ക്കിടയ്ക്ക് വിക്രത്തിനെ നോക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വിക്രത്തിനെയും പുളിക്കനെയൊക്കെ നാളെ വേദ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് വിസ്തരിക്കുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.